അപ്പോൾ മൊറാഴ സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരമുണ്ടായ വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസും കർഷക സംഘവും 1940 സെപ്റ്റംബർ 15 പ്രതിഷേധ ദിനമായി അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചു. അപ്പോൾ ഈ മൊറാഴ സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവരെന്തുകൊണ്ടാണ് ഈ ഒരു മൊറാഴ സംഭവം നടക്കാനുള്ള കാര്യം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായ വില വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മൊറാഴ സംഭവം നടക്കുന്നത്. അപ്പം മൊറാഴ സംഭവം നടന്ന തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 1940 സെപ്റ്റംബർ 15 1940 സെപ്റ്റംബർ 15 ഈ മൊറാഴ സംഭവം നടക്കുന്നത്. ഇവർ ഇതിൻ്റെ പ്രതിഷേധ ദിനമായിട്ട് അത് അല്ലെങ്കിൽ അതിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചു. ഇതിൻ്റെ ഭാഗമായി മൊറാഴയിൽ പ്രവർത്തകരും പോലീസുകാരും തമ്മിൽ നടത്തിയ ഏറ്റുമുട്ടലാണ് മൊറാഴ സംഭവം എന്ന് അറിയപ്പെടുന്നത്. ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടിയത്? ഇതിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസുകാരുമാണ് ഏറ്റുമുട്ടിയത്. മൊറാഴ ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ് KM കുട്ടിക്കൃഷ്ണമേനോൻ. ആരാണ്? KM കുട്ടിക്കൃഷ്ണമേനോൻ. ഇതിനെ തുടർന്ന് കൊല്ലപ്പെടുകയുണ്ടായി. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ് KPR ഗോപാലൻ. അപ്പോൾ മൊറാഴ സംഭവത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആരാണ്? KPR ഗോപാലൻ. അപ്പം മൊറാഴ സംഭവത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാരാണ്? KM കുട്ടിക്കൃഷ്ണമേനോൻ. KM കുട്ടിക്കൃഷ്ണമേനോനാണ് മരിച്ചത്. ആരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ KPR ഗോപാലൻ. KPR ഗോപാലനെ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയാണ്.